കേരളത്തിലെ ആളുകൾ വീട് വെക്കുന്നത് ഒരു ഇമോഷൻ കൊണ്ടാണ്. എന്നാൽ ദുബായിൽ പ്രോപ്പർട്ടി മേടിക്കുന്നതോ ഒരു വരുമാനം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. കേരളത്തിലെ ഏത് ജില്ലയിൽ പോയാലും നമുക്ക് വലിയ വലിയ വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. കാരണം ആ വീട്ടിലെ പലരും വിദേശത്തായിരിക്കും ജോലി ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ട് അവർ കേരളത്തിൽ ഇത്ര വലിയ വലിയ വീടുകൾ വെക്കുന്നു? ഒരുപാട് ഫാമിലി കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ടാണ് കേരളത്തിലെല്ലാം അവരിതുപോലെ വീടുകൾ പണിയുന്നത്. എന്നാൽ ഈ വീട്ടിൽ അവർക്ക് ഫാമിലിയുമായി ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? എന്നാൽ ഈ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിൽ നിന്നും അവർക്ക് എന്തെങ്കിലും വരുമാനം വരുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ദുബായ് റിയൽ എസ്റ്റേറ്റ് എടുത്ത് നോക്കൂ. അവിടെ ഇൻവെസ്റ്റേഴ്സ് ചോദിക്കുന്നത് വേറെ കാര്യങ്ങളാണ്. റെന്റൽ എത്ര, ROI എത്ര, ക്യാപിറ്റൽ അപ്രൈസേഷൻ എത്രയാ എന്നൊക്കെയാണ്. ഒരിടത്താണെങ്കിൽ ഫാമിലി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി പ്രോപ്പർട്ടി മേടിക്കുന്നു. എന്നാൽ മറ്റൊരിടത്താണെങ്കിലോ മാർക്കറ്റ് സ്റ്റാറ്റസ് നിലനിർത്തുന്നതിന് വേണ്ടി പ്രോപ്പർട്ടി മേടിക്കുന്നു. ഇതിലേതാ ശരി? നിങ്ങൾ കമന്റ് ചെയ്യും. ഇതുപോലെ ദുബായ് റിയൽ എസ്റ്റേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയണോ? നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യും.